we are going to discuss about determination of wavelength of spectral lines using grating. So, നമുക്ക് ഡിവൈസിൽ ഈ എക്സ്പെരിമെന്റ് സെറ്റപ്പിൽ നമുക്ക് യൂസ് ചെയ്യുന്ന ഡിവൈസ് ആണ് സ്പെക്ട്രോമീറ്റർ. സോ ഞാൻ ആദ്യം അതിന്റെ ഡിഫറെന്റ് കമ്പോണൻസ് ആണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. സോ നമുക്ക് സ്പെക്ട്രോമീറ്ററിൽ ഈ പാർട്ടിനെ നമ്മൾ കോഡിമേറ്റർ എന്ന് പറയുന്നത് കോഡിമേറ്റർ ആൻഡ് ദിസ് ഈസ് സെഡ് ടു ബി ടെലസ്കോപ്പ്. നമുക്ക് ഇവിടെ ഒരു പ്രിസം ടേബിൾ ഉണ്ട് ഓർ ഗ്രേറ്റിംഗ് ടേബിൾ. പ്രിസം നമ്മൾ ഗ്രേറ്റിംഗ് ഇവിടെയാണ് മൗണ്ട് ചെയ്യുക. ദെൻ നമുക്കിവിടെ രണ്ട് വെർണിയർ സ്കെയിൽസ് ഉണ്ട്. സോ ഇവിടെ നമുക്കൊരു വെർണിയർ ഏതെങ്കിലും ഒന്ന് നമുക്ക് വെർണിയർ 1 അതർ വൺ വെർണിയർ 2 എന്ന് വിളിക്കാം. സോ രണ്ട് വെർണിയർ സ്കെയിൽ ഉണ്ട്. ദെൻ നമുക്ക് ടെലസ്കോപ്പിനെ ക്ലാമ്പ് ചെയ്യാനുള്ള ഒരു സ്ക്രൂ ഇവിടെ ഉണ്ട്. നമുക്ക് യൂസ് ചെയ്ത് നമുക്ക് ടെലസ്കോപ്പ് ക്ലാമ്പ് ചെയ്യാം. ദെൻ നമുക്കിവിടെ ഈ വെർണിയർ ടേബിൾ വേണമെങ്കിൽ ഇത് വേണമെങ്കിൽ നമുക്ക് ക്ലാമ്പ് ചെയ്യാം. അതിനുള്ള സെറ്റപ്പ് ഇവിടെ ഉണ്ട്. ഈ സ്ക്രൂ യൂസ് ചെയ്തിട്ട് ഈ ടാൻജൻഷ്യൽ സ്ക്രൂ യൂസ് ചെയ്തിട്ട് നമുക്ക് വെർണിയർ ക്ലാമ്പ് ചെയ്യാൻ പറ്റും. വെർണിയർ ക്ലാമ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ടാൻജൻഷ്യൽ സ്ക്രൂ ഞാനിങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വളരെ സ്ലോലി വെർണിയർ ടേബിൾ നമുക്ക് മൂവ് ചെയ്യാൻ പറ്റും. സോ ഇപ്പോൾ വളരെ സ്ലോലി വെർണിയർ മൂവ് ചെയ്യുന്നുണ്ട്. അതുപോലെ ടെലസ്കോപ്പ് ഞാനിവിടെ സ്ക്രൂ യൂസ് ചെയ്തിട്ട് ക്ലാമ്പ് ചെയ്ത് കഴിഞ്ഞാൽ ടെലസ്കോപ്പിന്റെ ടാൻജൻഷ്യൽ സ്ക്രൂ നമ്മൾ ചെറുതായിട്ട് റൊട്ടേറ്റ് ചെയ്താൽ ടെലസ്കോപ്പ് സ്ലോലി റൊട്ടേറ്റ് ചെയ്യും. ഇപ്പോൾ ഈ ടെലസ്കോപ്പ് വളരെ സ്ലോലി റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ സ്പെക്ട്രോമീറ്ററിൽ ഉള്ളത്. ഒന്നുകൂടെ ഞാൻ പറയാം. ദിസ് ഈസ് ടു ബി കോഡിമേറ്റർ, ദെൻ ടെലസ്കോപ്പ്, രണ്ട് വെർണിയർ സ്കെയിൽസ് ഉണ്ട്, വെർണിയർ ടേബിൾ, ദെൻ പ്രിസം ടേബിൾ ഓർ ഗ്രേറ്റിംഗ് ടേബിൾ. നൗ നമ്മൾ സ്പെക്ട്രോമീറ്റർ എക്സ്പെരിമെന്റ് ചെയ്യുമ്പോൾ ആദ്യം ചെയ്യേണ്ടത് സ്പെക്ട്രോമീറ്ററിൽ നമ്മൾ പ്രിലിമിനറി അഡ്ജസ്റ്റ്മെന്റ്സ് ചെയ്യണം. സോ പ്രിലിമിനറി അഡ്ജസ്റ്റ്മെന്റ്സിൽ ഒന്നുള്ള നമ്മുടെ ഐ പീസ് ക്ലിയർ ചെയ്യുക എന്നുള്ളതാണ്. ദെൻ സെക്കൻഡ് സെറ്റപ്പ് നമുക്ക് സ്ലിറ്റ് നാരോ ആക്കാം. ഈ കോഡിമേറ്ററിൽ ചെയ്യേണ്ട കാര്യങ്ങൾ അത് ഞാൻ ടെലസ്കോപ്പിൽ ചെയ്യുന്ന കാര്യങ്ങൾ പറയാം. സ്ലിറ്റ് നമ്മുടെ ഐ പീസ് ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ചെയ്യേണ്ടത് ഒരു ഡിസ്റ്റന്റ് ഒബ്ജക്റ്റ് ഫോക്കസ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ അവിടെ നമ്മുടെ വിൻഡോയിലൂടെയുള്ള പുറത്തേക്ക് നോക്കി. എന്നിട്ട് ഞാൻ ഡിസ്റ്റന്റ് ആയിട്ട് ഇവിടെ കാണുന്ന മരങ്ങളും ഇതൊക്കെ ഇതിനകത്തൂടെ ഫോക്കസ് ചെയ്തിട്ട് എടുക്കും. നമ്മൾ ഡിസ്റ്റന്റ് ഒബ്ജക്റ്റ് ആയിട്ട് എടുക്കാനുള്ള കാരണം നമുക്ക് ഈ ടെലസ്കോപ്പ് പാരലൽ റേസ് റിസീവ് ചെയ്യണം. സോ ഇപ്പൊ ഞാൻ വളരെ ഡിസ്റ്റന്റ് ദൂരെ അവിടെ കാണുന്ന ഒരു മൊബൈൽ ടവർ ഞാനതിൽ ഫോക്കസ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ടെലസ്കോപ്പിലായതുകൊണ്ട് ഇൻവേർട്ടഡ് ഇമേജ് ആയിരിക്കും വരിക. സോ അവിടെ മൊബൈൽ ടവറിന്റെ ഇൻവേർട്ടഡ് ഇമേജ് ആണ് ടെലസ്കോപ്പിൽ കാണുന്നുണ്ട്. സോ ഇത് ക്ലിയർ സെറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ ഈ അഡ്ജസ്റ്റ്മെന്റ്സ് ചേഞ്ച് ചെയ്യരുത്. ഈ റാക്ക് ആൻഡ് പീൻ അറേഞ്ച് ചെയ്ത് നമ്മൾ ഈ ഫോക്കസിങ് നോബ് ചേഞ്ച് ചെയ്യാൻ പാടില്ല. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇവിടെ സ്ലിറ്റ് ഞാനവിടെ ഒരു സോഴ്സ് യൂസ് ചെയ്തിട്ടുണ്ട്. സ്പെക്ട്രോമീറ്ററിൽ നമ്മളെപ്പോഴും സോഴ്സ് ഓഫ് ലൈറ്റ് യൂസ് ചെയ്യണം. ഞാനിവിടെ യൂസ് ചെയ്യുന്ന സോഡിയം വേപ്പർ ലാമ്പാണ്. നമ്മൾ മെർക്കുറി ലാമ്പിന്റെ വേവലെങ്താണ് കാണേണ്ടത്. അവിടെ നമ്മുടെ പിന്നെ സ്പെക്ട്രൽ ലൈൻസിനാണ് കാണുന്നതെങ്കിൽ ഇവിടെ യൂസ് ചെയ്യേണ്ടത് മെർക്കുറി ലാമ്പാണ്. ഞാനിപ്പോൾ യൂസ് ചെയ്തത് സോഡിയാണ്. സോ സോഡിയം എന്നുള്ള രണ്ട് ലൈൻസ് യെല്ലോ ലൈറ്റ് ഉണ്ടാവും. D1 D2 ലൈൻസ് എന്നാണ് നമ്മൾ പറയാം. സോ ആ ലൈറ്റ് ഞാൻ ഈ സ്ലിറ്റിലൂടെ ഇവിടെയാണ് സ്ലിറ്റ്. സോ സ്ലിറ്റ് ഫോക്കസ് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ ഒരു നോബ് ഉണ്ട്. സ്ലിറ്റിന്റെ വിഡ്ത്ത് അഡ്ജസ്റ്റ് ചെയ്യാം. ഏറ്റവും നാരോ ആക്കിയിട്ട് നമുക്ക് ഈ നോബ് യൂസ് ചെയ്തിട്ട് സ്ലിറ്റിനെ നാരോ ആക്കിയിട്ട് മാറ്റുക. ഇതാണ് നമ്മുടെ സ്ലിറ്റ്. ഈ സ്ലിറ്റിന് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ 1 ജോ അഡ്ജസ്റ്റബിൾ ആണ്. ഞാൻ ഈ സ്ക്രൂ തിരിക്കുമ്പോൾ എൻ്റെ കൈയിൻ്റെ അടുത്തുള്ള ജോ മൂവ് ചെയ്യും. ഇത് പിന്നെ മൂവ് ചെയ്യൂല, ഒന്ന് മൂവബിൾ ആണ്. നമ്മൾ ചെയ്യേണ്ടത് നാരോ സ്ലിറ്റ് ആക്കണം. അപ്പോൾ ഞാൻ ഈ സ്ക്രൂ ഇങ്ങനെ തിരിച്ചിട്ട് ഒരു നാരോ സ്ലിറ്റ് ഇവിടെ ചെയ്തു വെച്ചു. ഇനി നമുക്ക് അത് ടെലസ്കോപ്പിലൂടെ ഫോക്കസ് ചെയ്തെടുക്കാം. ഞാൻ സ്ലിറ്റ് അപ്പം നാരോ സ്ലിറ്റ് ആക്കി. ആ നാരോ സ്ലിറ്റ് ഞാൻ ടെലസ്കോപ്പിലൂടെ ഫോക്കസ് ചെയ്തെടുത്ത് കഴിഞ്ഞു. ഇനി ചെയ്യേണ്ടത് കോഡിമേറ്റർ അഡ്ജസ്റ്റ് ചെയ്തിട്ട് ആ കിട്ടുന്ന സ്ലിറ്റിനെ നമ്മുടെ സ്ലിറ്റിന്റെ ഇമേജിനെ ഒരു ക്ലിയർ ഇമേജ് ആക്കി മാറ്റാം. വിത്തൗട്ട് പാരലാക്സ് ഇല്ലാത്ത രീതിയിൽ. അപ്പൊ എനിക്ക് ഈ റാക്ക് ആൻഡ് പിൻ അറേഞ്ച്മെന്റ് ചേഞ്ച് ചെയ്തിട്ട് അത് ചെയ്യാൻ പറ്റും. ഓക്കെ, ഞാനത് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ആ സ്ലിറ്റ് എന്റെ കോഡിമേറ്ററിൽ വന്നു. ടെലസ്കോപ്പില് ക്രോസ് വയറിൽ വന്നു. ക്രോസ് വയറിൽ കോയിൻസൈഡ് ചെയ്തു. സോ ഇതുവരെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തത് ഒരു സ്പെക്ട്രോമീറ്ററിന്റെ പ്രിലിമിനറി അഡ്ജസ്റ്റ്മെന്റ്സ് എന്തൊക്കെയാണെന്നുള്ളതാണ്. ഇനി നമ്മുടെ എക്സ്പെരിമെന്റിലേക്ക് കിടക്കുകയാണ്. അപ്പൊ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഈ കോഡിമേറ്ററും ടെലസ്കോപ്പും ഒരേ ലൈനിലാക്കി. സോ നമ്മുടെ സ്ലിറ്റ് ഇപ്പൊ ഞാൻ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ എന്റെ ക്രോസ് വയറിൽ കോയിൻസൈഡ് ചെയ്യുന്നുണ്ടാവും. ഓക്കെ, ഇത്രയും പാർട്ട് നമ്മൾ ആദ്യം ചെയ്യണം. ഇനി ഞാൻ ചെയ്യേണ്ടത് ഈ ടെലസ്കോപ്പ് ക്ലാമ്പ് ചെയ്യണം. സോ ഈ സ്ക്രൂ വെച്ചിട്ട് ഞാൻ ക്ലാമ്പ് ചെയ്തു. ടെലസ്കോപ്പ് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ മൂവ് ചെയ്യില്ല. ക്ലാമ്പ് ചെയ്ത് ശരിയാണെങ്കിൽ മൂവ് ചെയ്യില്ല. സോ ഒന്നുകൂടെ ടൈറ്റ് ആയിട്ട് ക്ലാമ്പ് ചെയ്യണം. ടൈറ്റ് ആക്കി. ഇനി നമ്മൾ മൂവ് ചെയ്താൽ മൂവ് ചെയ്യില്ല. സോ ഫസ്റ്റ് സ്റ്റെപ്പ് കഴിഞ്ഞു. ഇനി വെർണിയർ ടേബിൾ, അതായത് വെർണിയറിന്റെ ഈ സ്ക്രൂ ഞാൻ അൺക്ലാമ്പ് ചെയ്യണം. സോ ഇവിടുത്തെ സ്ക്രൂ അൺക്ലാമ്പ് ചെയ്ത് കഴിഞ്ഞു.
ഇനി ഞാൻ ചെയ്യേണ്ടത് വെർനിയർ 1-ല് 0 0 ആക്കുക, അതുപോലെ വെർനിയർ 2-ല് ഞാനിവിടെ 0 180 ആക്കണം. അപ്പൊ ഞാനിവിടെ ഞാനിവിടെ ഒരു ടേബിൾ ലാമ്പ് യൂസ് ചെയ്തിട്ട് ഇവിടുത്തെ റീഡിങ് ഇവിടെ വെർനിയർ 1-ൽ നിങ്ങൾക്ക് നോക്കിയാൽ 0 0 കാണുന്നുണ്ടാവും. അത് 0 0 ആക്കി. അതുപോലെ വെർനിയർ 2-ല് 0 180 ആക്കി. അപ്പോൾ ഈ സമയത്ത് എനിക്ക് ഇതിനു വേണ്ടി വെർനിയർ ഇങ്ങനെ മൂവ് ചെയ്യണം. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ വെർനിയർ ടേബിൾ ഇപ്പോൾ അൺക്ലാമ്പ് ചെയ്തത്. അപ്പോഴേ എനിക്ക് വെർനിയർ ടേബിൾ മൂവ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ വെർനിയർ 1-ൽ എനിക്ക് 0 0 ഉണ്ട്, വെർനിയർ 2-ല് 0 180 ഉണ്ട്. ഓക്കെ, നെക്സ്റ്റ് സ്റ്റെപ്പ്, ഇപ്പോൾ വെർനിയർ ഞാൻ അൺക്ലാമ്പ് ചെയ്തത് ക്ലാമ്പ് ചെയ്യാൻ പോവാണ്. സോ വെർനിയർ ഈസ് നൗ ക്ലാംപ്ഡ്. നൗ ടെലസ്കോപ്പ് അൺക്ലാമ്പ് ചെയ്തിട്ടുണ്ട്, അത് അൺക്ലാമ്പ് ചെയ്തു. ടെലസ്കോപ്പ് അൺക്ലാമ്പ് ചെയ്തു. ഇനി ഞാൻ ടെലസ്കോപ്പ് മൂവ് ചെയ്യും, എന്നിട്ട് 90 ഡിഗ്രിയിൽ ടെലസ്കോപ്പ് കൊണ്ടുവന്ന് വെക്കും. അപ്പൊ എനിക്കിവിടെ നേരത്തെ നമ്മൾ 0 0 എടുത്ത ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ 0 180 ആയിരിക്കും ഇപ്പൊ ഉണ്ടാവുക. സോ നൗ കോളിമേറ്ററും ടെലസ്കോപ്പും 90 ഡിഗ്രിയിലാണ് ഉള്ളത്. ഞാനിവിടെ ഒരു ടെലസ്കോപ്പും കോളിമേറ്ററും ഇപ്പോൾ ഉള്ള 90 ഡിഗ്രിയിലാണ്. അപ്പൊ ഇതൊരു 90 ഡിഗ്രി, ഇപ്പൊ രണ്ടും 90 ഡിഗ്രിയിലാണ് നിൽക്കുന്നത്. ഇനി ഞാൻ ചെയ്യേണ്ടത് നമ്മുടെ ഗ്രേറ്റിംഗ് എടുക്കണം. സോ ഇതാണ് സെറ്റപ്പില് ഇതാണ് നമ്മുടെ ഗ്രേറ്റിംഗ്. സോ ഈ ഗ്രേറ്റിംഗ് ഒരു ഗ്ലാസ് പ്ലേറ്റ് ഉണ്ട്. ഗ്ലാസ് പ്ലേറ്റിൽ നമ്മൾ ഒരുപാട് റോളിങ്സ് മേക്ക് ചെയ്തിട്ടുണ്ട്. നമ്മൾ ആൾറെഡി എക്സ്പ്ലെയിൻ ചെയ്താണത്. ഇപ്പൊ ഈ കേസിൽ ഇവിടെ ലൈൻസ് പെർ ഇഞ്ച് അറൌണ്ട് 15,000 ആണ്. ഈ ഗ്രേറ്റിംഗിൽ 15,000 ലൈൻസ് പെർ ഇഞ്ച് ഉണ്ട്. അത് നമ്മൾ ഗ്രേറ്റിംഗിന്റെ ക്ലാമ്പ് മൗണ്ട് ഇതാണ്, അതിനകത്ത് പ്ലേസ് ചെയ്തു. ഇവിടെ തുറക്കണത് സോ ഇതാണ് നമ്മൾ യൂസ് ചെയ്യുന്ന ഗ്രേറ്റിംഗ്. ഇപ്പൊ നമ്മുടെ ഈ വിൻഡോയിലൂടെ വരുന്ന വൈറ്റ് ലൈറ്റ് ത്രൂ ഗ്രേറ്റിംഗ് വന്നപ്പോൾ അത് എന്ത് ചെയ്തു, ഡിഫ്രാക്ട് ചെയ്തിട്ട് സ്പെക്ട്രായിട്ട് മാറി. അതാണ് നിങ്ങൾ കാണുന്ന റെയിൻബോ പാറ്റേൺ. ഇനി ഞാൻ ചെയ്യുന്നത് ആ ഗ്രേറ്റിംഗ് നമ്മൾ ഗ്രേറ്റിംഗ് ക്ലാമ്പില് പ്ലേസ് ചെയ്തു. നൗ ദിസ് ഗ്രേറ്റിംഗ് ക്ലാമ്പ് ഞാൻ എന്ത് ചെയ്തു, ഇവിടെ നമ്മുടെ ഗ്രേറ്റിംഗ് ടേബിളില് മൗണ്ട് ചെയ്യാൻ പോവാണ്. ഇപ്പൊ ഞാനിവിടെ ഒരു സ്ക്രൂ ഉണ്ട് ഈ ഗ്രേറ്റിംഗ് മൗണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ ഞാൻ ഒരു സ്ക്രൂ ആണ് യൂസ് ചെയ്ത്, രണ്ടാമത്തെ ഈ സ്ക്രൂ കൂടെ യൂസ് ചെയ്തിട്ട് ഒന്നൊരു ടൈറ്റ് ആയിട്ട് നിങ്ങൾക്ക് മൗണ്ട് ചെയ്യാം. ഇനി നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ടെലസ്കോപ്പിലൂടെ നോക്കണം. സോ ടെലസ്കോപ്പിലൂടെ നോക്കിയിട്ട് ഈ ലാമ്പ് വേണ്ട, ടെലസ്കോപ്പിലൂടെ നോക്കിയിട്ട് നമുക്ക് അവിടെ ഇപ്പൊ ഇവിടുന്ന് വരുന്ന ഈ യെല്ലോ ലൈറ്റ് ഈ ഗ്രേറ്റിംഗിന്റെ സർഫസിൽ റിഫ്ലക്ട് ചെയ്തിട്ട് ടെലസ്കോപ്പിലേക്ക് എത്തും. സോ ആ റിഫ്ലക്റ്റഡ് ഇമേജ് ഞാൻ ഇവിടെ എടുക്കണം. സോ ഞാനത് സ്ലോലി റൊട്ടേറ്റ് ചെയ്യാം. ദെൻ നൗ എനിക്കിവിടെ റിഫ്ലക്ട് ഇമേജ് കിട്ടുന്നുണ്ട്. സോ ഇവിടുന്ന് വരുന്ന ലൈറ്റ് റിഫ്ലക്ട് ചെയ്തിട്ട് ഇവിടെ ടെലസ്കോപ്പിലെത്തി. സോ അത് ക്ലിയർ ആക്കട്ടെ. സോ ഇവിടുന്ന് വരുന്ന ലൈറ്റ് ഇൻസിഡന്റ് ചെയ്തു, ഈ സർഫസിൽ തട്ടി ഇവിടേക്ക് റിഫ്ലക്ട് ചെയ്ത് വന്നു. ഇപ്പോഴത്തെ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എത്രയാണ്? ആക്ച്വലി ഇപ്പോഴത്തെ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് 45 ഡിഗ്രിയാണ്. ബിക്കോസ് ഇത് രണ്ടും 90 ഡിഗ്രിയിലാണ് നിൽക്കുന്നത്, ഈ കോളിമേറ്ററും ടെലസ്കോപ്പും. ഞാനിവിടെ ഗ്രേറ്റിംഗിന് ഒരു നോർമൽ കൺസിഡർ ചെയ്താൽ, ഇങ്ങനെ നോർമൽ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ, സോ ഇവിടുന്ന് ഇൻസിഡന്റ് ചെയ്യുന്ന ലൈറ്റ് വിത്ത് നോർമൽ 45 ഡിഗ്രിയാണ് മേക്ക് ചെയ്തത്. ഇത് ടോട്ടൽ 90 ആണ്. സോ ഇവിടെ 45 ഉണ്ടാവും, ഇവിടെ 45 ഉണ്ടാവും. സോ നൗ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് 45 ഡിഗ്രിയാണ്. ലൈറ്റ് നമ്മുടെ ഗ്രേറ്റിംഗ് സർഫസിൽ റിഫ്ലക്ട് ചെയ്തിട്ട് 90 ഡിഗ്രിയിലുള്ള ടെലസ്കോപ്പിൽ ഇമേജ് ഫോം ചെയ്യുന്നുണ്ട്. ഇനി നമ്മൾ ടെലസ്കോപ്പ് അൺക്ലാമ്പ് ചെയ്യണം. ടെലസ്കോപ്പ് അൺക്ലാമ്പ് ചെയ്യാം. പിന്നെ നമ്മുടെ വെർനിയർ സ്കെയില് നമ്മൾ അൺക്ലാമ്പ് ചെയ്യാം. എന്നിട്ട് വെർനിയർ നമുക്ക് 45 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യണം. സോ ഇവിടെ നമ്മൾ നോക്കിയിട്ട് 45 ഡിഗ്രി വെർനിയർ റൊട്ടേറ്റ് ചെയ്യാം. സോ ഇവിടെ 45 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും ഇപ്പോൾ നമ്മുടെ കോളിമേറ്ററും ഗ്രേറ്റിംഗും നോർമൽ ഇൻസിഡൻസിലാണ്. അപ്പൊ ഇവിടെ രണ്ടും നോർമൽ ആയിട്ടുണ്ട്. അതാണ് കോളിമേറ്റർ, ഇത് ഗ്രേറ്റിംഗ്. രണ്ടും നോക്കി ഇവിടെ 90 ഡിഗ്രിയിലാണ് ഉള്ളത്. ഇനി നമ്മൾ ഈ നമ്മുടെ ടെലസ്കോപ്പ് മൂവ് ചെയ്യാം. എന്നിട്ട് കോളിമേറ്ററുമായിട്ട് ഈ ലൈൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഇപ്പൊ എനിക്ക് ഡയറക്റ്റ് റേ കിട്ടുന്നുണ്ട്. ഈ ഡയറക്റ്റ് റേന്റെ ലെഫ്റ്റ് സൈഡില് നോക്കിയാൽ നിങ്ങൾക്ക് ഫസ്റ്റ് ഓർഡർ സ്പെക്ട്രം കിട്ടും. ഫസ്റ്റ് ഓർഡർ ഉണ്ടാവും. അതുപോലെ കുറച്ചുകൂടെ തൊട്ടുപുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ സെക്കൻഡ് ഓർഡറും ഒബ്സർവ് ചെയ്യും. അപ്പൊ ഞാനിവിടെ എനിക്ക് ഫസ്റ്റ് ഓർഡർ കിട്ടുന്നുണ്ട്. എന്നാൽ ലേശം കൂടെ നമ്മൾ മൂവ് ചെയ്ത് തിരിച്ച് കുറച്ചുകൂടെ ഇങ്ങോട്ട് വരുമ്പോൾ നമുക്ക് സെക്കൻഡ് ഓർഡർ സ്പെക്ട്രം കിട്ടും. പിന്നെ നമ്മള് തിരിച്ച് ഞാൻ ഈ ഡയറക്ഷനിൽ റൈറ്റിൽ ഈ ഡയറക്ഷനിൽ നോക്കുകയാണ്. അപ്പൊ എനിക്ക് ഇവിടെ ഡയറക്റ്റ് വന്നു. ലേശം ഞാൻ കുറച്ച് ഇങ്ങനെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ എനിക്ക് ഫസ്റ്റ് ഓർഡർ സ്പെക്ട്രം കിട്ടും.
ലേശം കൂടെ തിരിച്ചിങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ സെക്കൻഡ് ഓർഡർ സ്പെക്ട്രം വരും. അപ്പൊ നമുക്ക് ഇവിടെ ഉള്ളത് ഒരു നമുക്കിവിടെ പോളിമാറ്റർ ത്രൂ പോളിമാറ്റർ ഇൻകമിംഗ് ബീം ഉണ്ട്. നമ്മൾ ഗ്രേറ്റിംഗ് ഇവിടെ ഇങ്ങനെ പ്ലേസ് ചെയ്തു. അപ്പൊ നമുക്കിവിടെ ഡയറക്ടറെ ഇവിടെ വന്നു. ഫസ്റ്റ് ഓർഡർ സ്പെക്ട്രം ഇവിടെ ഉണ്ടായി. ദെൻ കുറച്ചുകൂടെ ആംഗിൾ സെക്കൻഡ് ഓർഡർ സ്പെക്ട്രം വന്നു. ഇത് നമ്മുടെ ഫസ്റ്റ് ഓർഡർ സ്പെക്ട്രം, സെക്കൻഡ് ഓർഡർ സ്പെക്ട്രം. ദിസ് ഈസ് അവർ ഡയറക്ട് റേ ആൻഡ് ദിസ് ഈസ് അഗൈൻ ഫസ്റ്റ് ഓർഡർ, സെക്കൻഡ് ഓർഡർ. ഇങ്ങനെയാണ് സ്പെക്ട്രം ഉള്ളത്. അപ്പൊ നമുക്ക് ഇത് നമ്മുടെ ഗ്രേറ്റിംഗ് ഇക്വേഷൻ നമ്മൾ അങ്ങനെ ഡിസ്കസ് ചെയ്താണ്. ഇൻ നോർമൽ ഇൻസിഡന്റ് സൈൻ തീറ്റ വിൽ ബി ഈക്വൽ ടു സ്മോൾ ക്യാപിറ്റൽ N സ്മോൾ n ലാംഡ. തീറ്റ ഈസ് ആംഗിൾ ഓഫ് ഡിഫ്രാക്ഷൻ. സോ ഇതാണ് നിങ്ങളുടെ ഫസ്റ്റ് ഓർഡറിന്റെ കേസിൽ കൊടുത്ത തീറ്റ. Then capital N number of lines per meter integrating. Small n is the order of spectrum. നമ്മൾ ഈ സ്പെക്ട്രം എടുക്കുന്നെങ്കിൽ ഓർഡർ 1 ആവും, ഇവിടെ ആവുമ്പോൾ ഓർഡർ 2 ആവും. Lambda is the wavelength of light used. So this case ആണ്, ഇതാണ് നമ്മുടെ പിന്നെ ഫിഗർ. Now in this figure നമ്മൾ എക്സ്പെരിമെന്റ് ചെയ്യുമ്പോൾ നിങ്ങൾ ആദ്യം ചെയ്യുക, ഈ ഫസ്റ്റ് ഓർഡർ സ്പെക്ട്രത്തിൽ വെക്കും, എന്നിട്ട് തീറ്റ മെഷർ ചെയ്യും. തീറ്റ നമ്മളിവിടെ വെർനിയർ സ്കെയിലാണ് മെഷർ ചെയ്യുന്നത്. ദെൻ ഇവിടുത്തെ ഫസ്റ്റ് ഓർഡർ കാണും, ഇതിന്റെ തീറ്റ കാണും. സോ നിങ്ങൾ ഇവിടെ നോക്കിയാൽ ഇവിടെ നിങ്ങൾ സബ്സ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്തായിരിക്കും ഉണ്ടാവുക? 2 തീറ്റയാണ് ഉണ്ടാവുക. 2 തീറ്റ. ഇവിടെ നമ്മൾ ഡിവൈഡർ ബൈ 2 ചെയ്ത് കഴിഞ്ഞാൽ തീറ്റ കിട്ടും. അപ്പൊ ഈ ഫസ്റ്റ് ഓർഡറും തമ്മിൽ നമ്മൾ റീഡിങ്സ് എടുത്തിട്ട് സബ്സ്ട്രാക്ട് ചെയ്യുക. അപ്പൊ നമുക്ക് അതിന് 2 തീറ്റ കാണാം. സോ ഇക്വേഷനിൽ നമുക്ക് ഇവിടെ തീറ്റ കാണാൻ പറ്റും, ഇവിടെ തീറ്റ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റും. പിന്നെ നമുക്കിവിടെ അറിയേണ്ടത് ഈ സ്മോൾ n ആണ്, നമുക്ക് നോൺ ആണ്. സോ വേവ് ലെങ്ത് ലാംഡ കാണണമെങ്കിൽ ഈ ഇക്വേഷനിൽ ക്യാപിറ്റൽ N അൺനോൺ ആണ്. സോ ക്യാപിറ്റൽ N നമ്പർ ഓഫ് ലൈൻസ് ഇൻ ദി ഗ്രേറ്റിംഗ് നമ്മൾ കാണണം. സോ നൗ ജസ്റ്റ് എങ്ങനെ N കാണണം എന്നുള്ളതാണ് ഞാൻ ഡിസ്കസ് ചെയ്യുന്നത്. സോ ഈ സ്റ്റെപ്പിനെ നമ്മൾ സ്റ്റാൻഡർഡൈസേഷൻ ഓഫ് ഗ്രേറ്റിംഗ് എന്നാണ് വിളിക്കുക. സ്റ്റാൻഡർഡൈസേഷൻ ഓഫ് ഗ്രേറ്റിംഗ്. സോ നമ്മൾ സ്റ്റാൻഡർഡൈസ് ചെയ്യണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത്, എനിക്കിവിടെ N കാണണം. സോ N is equal to capital N is equal to sin theta by small n into lambda. അപ്പോ ലാംഡ നോൺ ആണെങ്കിൽ ക്യാപിറ്റൽ N കാണാൻ പറ്റും. സോ ദിസ് കേസിൽ ഞാൻ തീറ്റ എങ്ങനെ കാണാമെന്ന് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞു. തീറ്റ നമുക്ക് കാണാൻ പറ്റും, സ്മോൾ n നോൺ ആണ്. ലാംഡ അറിയണം. സോ ഞാൻ മെർക്കുറിന്റെ ഗ്രീൻ ലൈറ്റ് യൂസ് ചെയ്യുകയാണെങ്കിൽ മെർക്കുറി ഗ്രീന്റെ വേവ് ലെങ്ത് 546 നാനോമീറ്റർ ആണ്, 6.1 നാനോമീറ്റർ ആണ്. സോ ഈ ഗ്രീൻ വേവ് ലെങ്ത് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സോ ഞാനിവിടെ എക്സ്പെരിമെന്റ് ചെയ്യുമ്പോൾ മെർക്കുറി ഗ്രീനിൽ ഫോക്കസ് ചെയ്യുക. ഞാൻ എന്റെ ഡയറക്ടറെ ഇവിടെ മെർക്കുറിന്റെ ഗ്രീനിൽ കൊണ്ടുപോയി വെക്കുക. അതുപോലെ ഇവിടെ മെർക്കുറിന്റെ ഗ്രീനിൽ ചെയ്യുക. അങ്ങനെയാണെങ്കിൽ എനിക്ക് ഗ്രീനിന്റെ വേവ് ലെങ്ത് അറിയും. ആ കേസിലുള്ള തീറ്റ ഞാൻ മെഷർ ചെയ്യുക. സോ നമുക്ക് വേണമെങ്കിൽ തീറ്റ G എന്ന് കൊടുക്കാം, ഗ്രീനിൻ്റെതായതുകൊണ്ട്. ദെൻ അവിടെ നിന്ന് എനിക്ക് എന്ത് ചെയ്യാം? ലാംഡ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് എന്നും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്പർ ഓഫ് ലൈൻസ് ഇൻ ദി ഗ്രേറ്റിംഗ് കാണും. ഈ സ്റ്റെപ്പിനെ നമ്മൾ വിളിക്കുക സ്റ്റാൻഡർഡൈസേഷൻ ഓഫ് ഗ്രേറ്റിംഗ് ആണ്. സോ ഈ സ്റ്റെപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ക്യാപിറ്റൽ N കിട്ടും. സോ N ഈസ് നോൺ. ദെൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സെക്കൻഡ് കേസിൽ ബാക്കിയുള്ള പ്രോമിനന്റ് ലൈൻസിന്റെ വേവ് ലെങ്ത് കാണാൻ പറ്റും. ഇക്വേഷൻ ഇങ്ങനെ വരും, ലാംഡ ഈസ് ഈക്വൽ ടു സൈൻ തീറ്റ ബൈ ക്യാപിറ്റൽ N ഇൻറ്റു സ്മോൾ n. സോ ഈ ഫോർമുല യൂസ് ചെയ്തിട്ട് നമുക്ക് പിന്നെ ബാക്കിയുള്ള അവിടെയുള്ള വയലറ്റ്, ബ്ലൂ, ഗ്രീൻ, അതുപോലെ യെല്ലോ, ബാക്കിയുള്ള കളേഴ്സിന്റെ മുഴുവൻ വേവ് ലെങ്ത് നമുക്ക് ദിസ് ഫോർമുലയിൽ നിന്ന് കാണാൻ പറ്റും. ഇപ്പൊ നമുക്ക് പിന്നെ ആകെ മെഷർ ചെയ്യേണ്ടത് ഓരോ കളറിന്റെയും കറസ്പോണ്ടിങ് തീറ്റയാണ്. തീറ്റ കിട്ടിയാൽ ലാംഡ കിട്ടും. സോ അതാണ് നമ്മുടെ എക്സ്പെരിമെന്റ്. ചെയ്യുമ്പോൾ ഞാൻ യൂസ് ചെയ്തത് ഒരു സോഡിയം വേപ്പർ ലാമ്പാണ്. ഇത് സോഡിയം വേപ്പർ ലാമ്പിന്റെ പവർ സപ്ലൈ ആണ്, ട്രാൻസ്ഫോമർ ആണ്. സോഡിയം വേപ്പർ ലാമ്പ് ആക്ച്വലി നമുക്ക് 2 ലൈറ്റ്, യെല്ലോ കളറാണ് വരുന്നത്. 2 ലൈറ്റ് ആണ് സോഡിയം വേപ്പർ ലാമ്പ് എന്ന് വരിക. 2 വേവ് ലെങ്ത് ആണ് ഉണ്ടാവുക. 5890 ആങ്സ്ട്രോം ആൻഡ് 5896 ആങ്സ്ട്രോം. ഇതാണ് സോഡിയം വേപ്പർ ലാമ്പിന്റെ ലൈൻസ്. ഇതിനെ നമ്മൾ ഫസ്റ്റ് D1 D2 ലൈൻസ് എന്നാണ് വിളിക്കുക. സോ ഇതാണ് ഞാൻ ചെയ്തത്. ബട്ട് ആക്ച്വലി നമുക്ക് മെർക്കുറിന്റെ വേവ് ലെങ്ത് കാണണമെന്നുണ്ടെങ്കിൽ ഞാൻ ഇവിടെ യൂസ് ചെയ്യേണ്ട ലാമ്പ് മെർക്കുറി സോഴ്സ് ആണ്. അപ്പൊ നമുക്കൊരു വൈറ്റ് സോഴ്സ് ആണ് മെർക്കുറി സോഴ്സ്. ഇത് ഞാൻ ജസ്റ്റ് ഇവിടെ നമുക്ക് ഡെമോൺസ്ട്രേഷൻ പർപ്പസ് ആയതുകൊണ്ട് നമുക്ക് സോഡിയം വേപ്പർ ലാമ്പാണ് യൂസ് ചെയ്തത്. ഓക്കെ, താങ്ക് യു.